കഴിഞ്ഞ റെജി നേരത്തെ പറഞ്ഞ ഒരുപാട് പ്രഗത്ഭരായ കലാകാരന്മാരെ കൊണ്ട് ഇവിടെ പാട്ടൊക്കെ പാടിച്ച ഒരു കാലത്തിന് ശേഷം ഇവിടെ നമ്മുടെ സാമ്പത്തിക സൗകര്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ ഗംഭീരമായ പരിപാടികളൊക്കെ ഇവിടെ നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 4-5 വർഷമായി നമ്മൾ നടത്തിയിരുന്നത് റിയാലിറ്റി ഷോ എന്ന തരത്തിൽ വ്യക്തികളുടെ മാപ്പിളപ്പാട്ട് മത്സരമായിരുന്നു. എന്നാൽ കഴിഞ്ഞ വർഷം നമ്മൾ വ്യത്യസ്തമായ മറ്റൊരു പരിപാടിയിലൂടെ നിങ്ങളുടെ മുമ്പിൽ വന്നു. പഴയകാലത്ത് വി എൻ കുട്ടി മാഷ്, പീർ മുഹമ്മദ്, മൂസായിരഞ്ഞോളി, കെ എസ് മുഹമ്മദ് കുട്ടി പോലെ, എ വി മുഹമ്മദ് പോലെയുള്ള മാപ്പിളപ്പാട്ടിലെ പ്രസിദ്ധരായ ട്രൂപ്പുകൾ തമ്മിൽ ഒരുപാട് മത്സരങ്ങൾ നാട്ടിലും വിദേശത്തൊക്കെ നടന്നിട്ടുണ്ട്. ആ മത്സരത്തിൽ ആസ്വാദകരായി പങ്കെടുത്ത, പാട്ടുകാരായി പങ്കെടുത്ത ആളുകളൊക്കെ ഈ സദസ്സിലുണ്ട്. അതുകൊണ്ട് ആ ഓർമ്മയിലാണ് നമ്മളൊക്കെ ഇപ്പോഴും മാപ്പിളപ്പാട്ടിൻ്റെ മനോഹരമായ കാലമായിരുന്നു അതെന്നൊക്കെ പറയുന്നത്. അതുപോലെയുള്ള ഒരു മത്സര പരിപാടി കഴിഞ്ഞ വർഷം ഇവിടെ നടക്കുകയുണ്ടായി. മുഹമ്മദ് അലി കണ്ണൂർ, കൊണ്ടോട്ടിയിലെ ഹംസ കൊണ്ടോട്ടിയും സംഘവും, അതുപോലെ 14-ാം രാവ് ടീം എന്നീ 3 സംഘങ്ങൾ ഇവിടെ പ്രഗത്ഭരായ കലാകാരന്മാരെ അണിനിരത്തിക്കൊണ്ട് വലിയൊരു പരിപാടി നടത്തുകയുണ്ടായി. ഞങ്ങൾക്ക് അന്ന് കയറിയ ആശങ്കയുണ്ടായിരുന്നു, പുതിയ കാലത്ത് എങ്ങനെയാണ് ഈ ട്രൂപ്പുകൾ തമ്മിലുള്ള മത്സരം നടത്തുക എന്നുള്ളത്. പക്ഷേ ആ ട്രൂപ്പിലെ മത്സരത്തിൽ പങ്കെടുത്തവരും അതുപോലെ അന്ന് ഇവിടെ കേൾവിക്കാരായി ആസ്വാദകരായി വന്ന ആളുകളും വലിയ സ്വീകരണത്തോടു കൂടിയാണ് ആ പരിപാടിയെ വരവേറ്റത്, അത് ആസ്വദിച്ചത്. അതുകൊണ്ട് ഈ വർഷവും അതേപോലെയുള്ള ഒരു പരിപാടി എങ്ങനെ സംഘടിപ്പിക്കാം എന്നുള്ള ആലോചനയിലാണ് വ്യത്യസ്തമായ മറ്റ് 3 ട്രൂപ്പുകളുമായി നമ്മളിവിടെ നിൽക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ ട്രൂപ്പുകൾ വേണ്ട എന്ന് തീരുമാനിച്ചത് അതൊരാവർത്തന വിരസത ഉണ്ടാകുമെന്നതിലാണ്. നമുക്ക് വീണ്ടും ഓരോ വർഷങ്ങളിലായി പുതിയ ടീമുകൾ വന്ന് പഴയ ടീമുകളൊക്കെ വീണ്ടും നമുക്ക് ആവർത്തിച്ചുകൊണ്ട് ഇവിടെ പരിപാടികളൊക്കെ നടത്താം എന്നുള്ളതാണ് അതിൻ്റെ ഒരു അനുഭവം. ഇവിടെ പ്രഗത്ഭരായ 3 ടീമാണ്, കലാകാരന്മാരടങ്ങുന്ന 3 ടീമാണ്. അതിൻ്റെ വിധികർത്താക്കൾ അവരൊക്കെ റെജി മണ്ണേൽ ഇവിടെ പരിചയപ്പെടുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ആ മനോഹരമായ ആ അവതരണ ഭംഗി കൊണ്ട് സുന്ദരമാകുന്ന നിമിഷത്തിൽ ഞാനൊരു വേറെ തരത്തിലത് പറഞ്ഞ് അത് വികൃതമാക്കുന്നില്ല. അതൊക്കെ അദ്ദേഹം തന്നെ ഭംഗിയായി അത് കൈകാര്യം ചെയ്യും. ഏതായാലും അങ്ങനെയുള്ള ഒരു വലിയ പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. അതിൻ്റെ സമയക്രമമൊക്കെ ഉണ്ട്. 40 മിനിറ്റ് ഒരു ടീം, 45 മിനിറ്റ് ഒരു ടീമിന് നൽകിക്കൊണ്ട് അതിനിടയിൽ മോയിൻകുട്ടി വൈദ്യരുടെ ഒരു പാട്ട് ഒരു ടീം പാടണമെന്ന് നിർബന്ധമുണ്ട്. ബാക്കി അവർ തിരഞ്ഞെടുത്ത പാട്ടുകളാണ് ഇവിടെ പാടുന്നത്. ഓരോ ടീമിനും 45 മിനിറ്റ് ആണ്. അതിനിടയിൽ അവർക്ക് ഭംഗിയുള്ള പാട്ടുകൾ അവതരിപ്പിക്കാം. അതാണ് വിധികർത്താക്കൾ ഇവിടെ അവരുടെ ഫലം നിശ്ചയിക്കുന്നത്. അങ്ങനെയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഒരു വലിയ സഹകരണം, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകാരൊക്കെ അതിലുണ്ട്. എന്നാലും ഒരു മത്സരം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു നല്ല സംവിധാനത്തിൽ അത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട്. അതിനൊക്കെ നിങ്ങളുടെ സഹായ സഹകരണം അവസാനം വരെ ഉണ്ടാവണം. ഒരു ടീമിൻ്റെ മത്സരം അവസാനിച്ചതിന് ശേഷമാണ് മറ്റൊരു ടീം മത്സരിക്കുക. ആ തരത്തിലാണ് ഇത് ക്രമീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ എല്ലാ ഓർക്കസ്ട്ര ടീമിൻ്റെയും അവതാരകൻ്റെയും ടീം അംഗങ്ങളുടെയും ഒക്കെ ശ്രദ്ധയിൽ ഈ സമയക്രമം ഞങ്ങൾ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങളൊക്കെ അതിലുപരി ഇതിനെ കേൾക്കുന്ന, ആസ്വദിക്കുന്ന കലാകാരന്മാരുടെ സപ്പോർട്ടും, കാരണം ഇതൊരു വലിയ മത്സരമാണ്. അപ്പോൾ മത്സരത്തിന് സമ്മാനമൊക്കെ ഉണ്ട്. എന്നാലും നിങ്ങളതിൻ്റെ ആ ഒരു സ്പിരിറ്റിൽ ഈ മത്സരത്തെ എടുക്കണം. അതിൻ്റെ നല്ല നടത്തിപ്പിന് നിങ്ങളുടെ ഒരു സഹായം വേണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം ഇവിടെ മറ്റൊരു കാര്യം ഉണർത്തേണ്ടതുണ്ട്. പ്രിയപ്പെട്ട റെജി മണ്ണേൽ ഈ നാട്ടിലും വിദേശത്തും വലിയ റേഡിയോ സംവിധാനങ്ങളിൽ 1152 AM, ഗൾഫിലെ റേഡിയോ, അദ്ദേഹത്തിൻ്റെ സംഗീത പമഗിരി എന്ന പരിപാടിയൊക്കെ എല്ലാവരും കേട്ട് ആസ്വദിച്ചവരാണ്. അതേപോലെ റേഡിയോ ഒമാനിലെ, അതേപോലെ ഖത്തറിലെ റേഡിയോയിലൊക്കെ അദ്ദേഹം പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട്. സെബീന എന്ന പേരിൽ അദ്ദേഹത്തിൻ്റെ വലിയ പരിപാടികൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ജീവൻ TV-യിൽ അദ്ദേഹം വളരെ വ്യത്യസ്തമായ പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ട്. ഏഷ്യാനെറ്റ് റേഡിയോയിൽ സ്ഥിര സാന്നിധ്യമായിരുന്നു. അങ്ങനെയുള്ള അദ്ദേഹം നാട്ടിലുള്ളപ്പോൾ വൈദ്യർ അക്കാദമി പുതിയ ഒരു സംവിധാനത്തിൽ അദ്ദേഹത്തിൻ്റെ സഹകരണം കൂടി ഉറപ്പുവരുത്തുകയാണ്. കമ്മിറ്റി തീരുമാനപ്രകാരം അതിനുള്ള ആലോചന നടക്കുന്നുണ്ട്. നമുക്കൊരു റേഡിയോ ഉണ്ട് ഇവിടെ. ആ റേഡിയോ ഇശൽ വാണി എന്ന പേരിൽ ഓൺലൈൻ റേഡിയോ ആയി പ്രവർത്തിച്ചിരുന്നു. അതിൻ്റെ ഒരു പുതിയ ഘട്ടത്തിലേക്ക് അത് പ്രവേശിക്കുകയാണ്. അതിൻ്റെ ഔദ്യോഗികമായ പ്രഖ്യാപനം റെജിയുടെയും നിങ്ങളുടെയൊക്കെ സാന്നിധ്യത്തിൽ ചെയർമാനും സെക്രട്ടറിയും ഇവിടെ നടത്തും. അത് സംബന്ധിച്ച് വിശദീകരിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി അവരെ ക്ഷണിക്കുകയാണ്. താങ്ക് യു. പ്രിയ നിറഞ്ഞ അക്കാഡമിയുടെ സെക്രട്ടറി ബഷീർ ചുങ്കത്തറ, വൈസ് ചെയർമാൻ ഹൈദർ അലി, ജോയിൻറ്റ് സെക്രട്ടറി ഫൈസൽ അലൈറ്റിൽ, ഇന്നത്തെ മുഖ്യാതിഥി റജി മണ്ണേങ്ങൽ. ഇവിടെ റജി
നമ്മുടെ അക്കാഡമിയുമായിട്ട് വളരെ കാലത്തെ ബന്ധമുള്ള ആളാണ്. മാത്രമല്ല, നമ്മൾ വിദേശത്ത് പോകുമ്പോൾ റജിയുടെ ശബ്ദം കേൾക്കാതെ തിരിച്ചു പോരാറില്ല. അദ്ദേഹം വിവിധ റേഡിയോ സ്റ്റേഷനുകളിൽ പരിപാടി അവതരിപ്പിക്കുകയും അതിൽ ഏറ്റവും നല്ല ഒരു അവതാരകനായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ശബ്ദം ഇവിടെ ആസ്വദിക്കാൻ സാധിക്കും. ആ നല്ല സൗന്ദര്യത്തിൻ്റെ ഒരു ശബ്ദത്തിൻ്റെ ഉടമയാണ് മിസ്റ്റർ റജി. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു സഹായം നമ്മൾ തേടിയിരിക്കുകയാണ്. നമുക്ക് ഇശൽ വാണി എന്ന ഒരു റേഡിയോ കഴിഞ്ഞ വർഷം മന്ത്രി അബ്ദുറഹിമാൻ സാർ ഇവിടെ ഉദ്ഘാടനം ചെയ്തിരുന്നു. പക്ഷെ അത് കൂടുതൽ വ്യാപിപ്പിക്കാൻ സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട് നമുക്ക് സാധിച്ചില്ല. അതിൻ്റെ നിയമക്കുരുക്കുകൾ നമ്മളെ അതിനെ മുന്നോട്ട് പോകാൻ സമ്മതിച്ചില്ല. അതിൻ്റെ ഒരു ആപ്പ് വരെ നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞതായിരുന്നു. ആപ്പ് പലയിടത്തും നമ്മൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അത് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ സാങ്കേതികമായ തകരാറുകളൊക്കെ, അതിൻ്റെ നിയമക്കുരുക്കുകളൊക്കെ നമ്മൾ നീക്കി അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് തീരുമാനിച്ചിരിക്കുകയാണ്. അത് ഒരു ആപ്പാണുള്ളത്. ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ ആർക്കും ഈ റേഡിയോ പരിപാടികൾ കേൾക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ അക്കാഡമിയുടെ ശബ്ദം വ്യത്യസ്ത നാടുകളിലേക്കും മലയാളികൾ എവിടെയുണ്ടോ അവിടേക്കെല്ലാം എത്തിക്കുന്നതിനുള്ള ആ വലിയ ശ്രമം വിജയിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ സാങ്കേതികമായ എല്ലാ കാര്യങ്ങളും നമ്മൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ റജിയെ കാത്തിരിക്കുകയാണ്. അദ്ദേഹം ഈ പരിപാടി കഴിഞ്ഞ് ഉടനെ തന്നെ അദ്ദേഹം നമ്മോടൊപ്പം ഉണ്ടാകും എന്ന വാക്ക് തന്നിട്ടുണ്ട്. ആ വാക്ക് ഞങ്ങൾ മുഖവിലേക്ക് എടുക്കുന്നു. അതുകൊണ്ട് തന്നെ അത് ഏറ്റവും നല്ല ഒരു പദ്ധതിയായിട്ട്, പ്രത്യേകിച്ച് ഈ കമ്മിറ്റിയുടെ ഒരു സമ്മാനമായിട്ട് നിങ്ങളെല്ലാവരും സ്വീകരിക്കണമെന്ന് മാത്രം പറഞ്ഞ് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. ഞാൻ ചെയർമാനും സൂചിപ്പിക്കാത്തൊരു കാര്യം പറയാൻ മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇവിടെ നടത്തുന്ന റിയാലിറ്റി ഷോയിൽ നമ്മൾ 1-ാം സ്ഥാനം നേടുന്നവർക്ക് 25,000 രൂപയുടെ ക്യാഷ് പ്രൈസ് ഉണ്ടാവും. 2-ാം സ്ഥാനം നേടുന്നവർക്ക് 15,000 രൂപയുടെ ക്യാഷ് പ്രൈസാണ്. 3-ാം സ്ഥാനത്തിന് 10,000 രൂപയുടെയും. ഇതിൽ 1-ാം സ്ഥാനം VM കുട്ടി മാഷയുടെ പേരിൽ പുരസ്കാരമായിട്ടാണ് നൽകുക. ബാക്കി രണ്ടും അക്കാദമിയുടെ ഒരു പുരസ്കാരമായിട്ടാണ്. 1-ാം സ്ഥാനം നേടുന്നവർക്ക് 25,000 രൂപയുടെ VM കുട്ടി മാസ്റ്റർ പുരസ്കാരമാണ് നൽകുന്നത്. ആ വിവരം കൂടി കൂട്ടത്തിൽ നിങ്ങളെ അറിയിച്ചുകൊണ്ട് നമുക്കിനി കലാപരിപാടികൾക്ക് വേണ്ടി കാതോർക്കാം. എല്ലാവർക്കും അക്കാദമിയുടെ പേരിൽ സ്നേഹാഭിവാദ്യങ്ങൾ. ഇനി ഇത് സംബന്ധിച്ച് പ്രിയപ്പെട്ട റജിക്ക് മൈക്ക് കൈമാറുകയാണ്. ഇനി മത്സരത്തിൻ്റെ കാര്യങ്ങളാണ്. റജി നമ്മോട് സംസാരിക്കും. ഒരുപാട് സന്തോഷം. കാരണം വളരെ വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു വൈദ്യുത മഹോത്സവം ഇക്കുറി സമാപിക്കുവാൻ പോകുന്നത്. നമ്മൾ നേരത്തെ പാട്ട് പാടാന്നുള്ള രീതിയിൽ ഇതേ വേദിയിൽ 2 സൈഡിലായിട്ട് 2 പടയായിട്ട്, സംഗീത പടയായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. ഫൈസൽ മാഷ് പറഞ്ഞ പോലെ സംഗീത പമുകൽ ചെയ്തിട്ടുണ്ട്. ഇൻഡിവിജ്വലി ഒരുപാട് പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വളരെ വ്യത്യസ്തമായിട്ട് ഒരേ ഓർക്കസ്ട്രയിൽ തന്നെ നമ്മൾ 3 ടീമിനെ ഒരുമിച്ച് ഓരോരുത്തർക്കും അവസരം കൊടുത്തുകൊണ്ടുള്ള മത്സരത്തിലേക്കാണ് കടക്കുന്നത്. ഏറ്റവും വലിയ പ്രത്യേകതയായിട്ടുള്ളത്, അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബഹുമാനപ്പെട്ട ജഡ്ജസാണ്. എനിക്ക് തോന്നുന്നു വളരെ കൗതുകകരമായിട്ടും വളരെ അഭിമാനമായിട്ടും തോന്നിയത് 3 ജഡ്ജസാണ്. വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള 3 പേർ. അവർക്കിതൊരു വലിയ റിസ്ക് ആയിരിക്കും. പക്ഷെ അതിനു മുൻപ് നമ്മുടെ ഡോക്ടർ ഹുസൈൻ രണ്ടത്താണിയുടെ വളരെ ലളിതമായ വാക്കുകൾ എന്നെയൊക്കെ ഇത്രയും വലിയൊരു ആർട്ടിസ്റ്റായിട്ടൊക്കെ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ മുട്ടുകാലൊക്കെ ഇങ്ങനെ മുട്ടുന്ന രീതിയിൽ വിറയ്ക്കുകയാണ്. എന്താണ് ഇശൽവാണി സംഭവിക്കാൻ പോകുന്നതെന്ന്. ഒരുപക്ഷെ വൈദ്യുത അക്കാഡമിയുടെ പുതിയ ഈ സംരംഭം നമുക്ക് അഭിമാനിക്കാവുന്ന രീതിയിൽ ഇശൽവാണി എന്നുള്ളൊരു റേഡിയോ, നമ്മുടെ സാധാരണ ഒരു FM റേഡിയോ കേൾക്കുന്ന അതേ ചാരുതയോടെ മാപ്പിളപ്പാട്ടുകളും എല്ലാം കോർത്തിണക്കിക്കൊണ്ട് ചെയ്യുന്ന ഒരു രീതിയാണ് ഞങ്ങൾ ഈ ടീം പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ഞങ്ങൾ 4 പേര് മാത്രമല്ല, ഒരുപാട് പേരുണ്ട്. എന്നാലും എനിക്ക് ഇത്രയും വലിയൊരു അംഗീകാരം തന്നതിന് നന്ദി അറിയിക്കുന്നു. ഇശൽവാണി ഒരു വലിയ വിജയമാക്കണം. അതിലേക്ക് ഒരുപാട് പേർ വരണം. അവിടെ മത്സരങ്ങളും പാട്ടും പറച്ചിലും ഒക്കെ ഉണ്ടാവണം. ഒരുപാട് അഭിമാനത്തോടെ ഗൾഫിലെ റേഡിയോ എക്സ്പീരിയൻസുമായിട്ട് നാട്ടിലേക്ക്, അതും കൊണ്ടോട്ടി പോലെ വൈദ്യുത അക്കാഡമിയിലേക്ക് എത്തുമ്പോൾ ഒരു സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച് സാർ. ഹുസൈൻ രണ്ടത്താണിക്കും അതുപോലെ തന്നെ ബഷീർ ചുങ്കത്തറയ്ക്കും പ്രത്യേകം നന്ദി. ഫൈസൽ മാഷുവിനെ കുറച്ചുകൂടി മാഷാണെങ്കിലും ഫ്രണ്ട്ലി ആയതുകൊണ്ട് കുഴപ്പമില്ല. താങ്ക് യു സോ മച്ച്. അപ്പോൾ നിങ്ങളുടെ അനുവാദത്തോടെ റെഡിയല്ലേ? എനിക്ക് തോന്നുന്നില്ല, എന്തോ ഒരു തണുപ്പ്, ഇങ്ങനെ ഒരു ഡിസംബറിൻ്റെ തണുപ്പ്. ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞില്ലേ? അപ്പോൾ ആ തണുപ്പൊക്കെ ഇങ്ങോട്ട് മാറേണ്ടതല്ലേ?
അപ്പോൾ നമ്മൾ ഇനി ഇതൊരു എനർജറ്റിക് മത്സരമായിട്ട് മാറുന്നതിന് ഏറ്റവും ടെൻഷൻ അനുഭവിക്കാൻ പോകുന്ന അവർ ഒരുപക്ഷെ പാട്ട് എഴുതിയപ്പോൾ മാപ്പിളഗാനശാഖയ്ക്ക് പാട്ടുകൾ സമ്മാനിച്ചപ്പോൾ ഗ്രന്ഥങ്ങൾ എഴുതിയപ്പോഴൊന്നും അനുഭവിക്കാത്തൊരു അവസ്ഥയിലേക്ക് വരാൻ പോകുന്നു. ലെറ്റ് മീ പ്രൗഡ്ലി വെൽക്കം ദ ജഡ്ജസ് ടു ദ ചേസ്. മലയാള മാപ്പിള ഗാനശാഖയ്ക്ക് തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഗാനങ്ങൾ നൽകിയ രചിച്ച ഗാനരചയിതാവ്, ഇന്നും എന്നും കേരളമെമ്പാടും മലയാളികൾ ലോകമെമ്പാടും ആസ്വദിക്കുന്ന മാപ്പിളപ്പാട്ടുകളുടെ രചയിതാവ്, നമുക്കൊക്കെ പ്രിയപ്പെട്ട ബാപ്പു വെള്ളിപ്പറമ്പ്. നിറഞ്ഞ കൈയടികളോടെ ജഡ്ജിങ് പാനലിലേക്ക് ബാപ്പു വെള്ളിപ്പറമ്പ് എത്തുന്നു. ഇനി നമുക്ക് ഒരൊറ്റ പാട്ട്, എനിക്ക് തോന്നുന്നു ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്താണ് ആ പാട്ട് ആദ്യമായിട്ട് ഇറങ്ങുന്നതും ഹിറ്റാവുന്നതും. അന്ന് ഞാൻ എവിടെ വിളിച്ചാൽ ഞാൻ കുറച്ച് പാട്ട് പാടും കേട്ടോ, എന്നെ ഞാൻ പേടിക്കണ്ട, ഞാൻ പാടത്തിൽ ഇവിടെ പാട്ടുകാരുണ്ട്. അന്നൊക്കെ ഞാൻ ചാൻസ് കിട്ടുമ്പോൾ പാടുന്നത്, അന്ന് എനിക്ക് ഫീമെയിൽ വോയിസുമാണ്. ആ ഒരു ഫീമെയിൽ വോയിസ് എൻ്റെ അല്ല, ആ പാട്ട് ആ കിളിയെപ്പോലെ പാറി പറന്ന് അങ്ങനെ പോയി. എത്ര ഗാനങ്ങൾ സമ്മാനിച്ചു, ഏതെല്ലാം വേദികൾ, ഏതെല്ലാം രാജ്യങ്ങളിൽ. മാപ്പിളപ്പാട്ട് ആസ്വാദകർ കയ്യടിയോട് സ്വീകരിച്ച the one and only മുക്കം സാജിദ to the judging panel. നല്ല കയ്യടി പോരട്ടെ, കാരണം അവരിനി വെള്ളം കുടിക്കുക. അവിടെ ആദ്യമേ വെള്ളം കൊണ്ടുവച്ചിട്ടുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ വെള്ളം കുടിക്കാൻ പോവാണ്. ഇനി ഗ്രന്ഥങ്ങളിലൂടെ രചനയിലൂടെ മാപ്പിളഗാന ശാഖയ്ക്ക് ഒരുപാട് സംഭാവനകൾ നൽകിയ നമുക്കൊക്കെ പ്രിയപ്പെട്ട മാപ്പിളഗാന ശാഖയുടെ അഭിമാനമാണ്. മാപ്പിളഗാന ശാഖയ്ക്ക് അദ്ദേഹം ഒരുപാട് മേഖലകളിൽ സംഭാവനകൾ നൽകിയിട്ടുള്ള വ്യക്തി കൂടിയാണ്. അക്കാദമിയുടെ അംഗം ആണെന്നുള്ളത്, മാപ്പിളകല അക്കാദമിയുടെ അംഗമാണെന്നുള്ളതും ഏറെ അഭിമാനകരം. ലെറ്റ് മീ വെൽക്കം മിസ്റ്റർ പക്കർ പന്നൂർ ടു ദ ജഡ്ജിങ് പാനൽ. അപ്പോൾ വെൽക്കം സാർ. അപ്പോൾ ഇനി എല്ലാം നിങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. ഒപ്പം ഓരോ ടീമും പാടുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നത് ഒക്കെയാണ് ഈ ജഡ്ജസിന് കൺഫ്യൂഷൻ ഉണ്ടാക്കേണ്ടത്. 3 ടീമിൻ്റെയും മത്സരം കഴിയുമ്പോൾ, ഈ വർഷത്തെ വൈദ്യർ മഹോത്സവം കഴിയുമ്പോൾ ഇവർ വെള്ളം കുടിക്കണം ജഡ്ജസ്. അതാണ് നമ്മുടെ ദൗത്യം. ലെറ്റ് മീ വെൽക്കം ദ ഫസ്റ്റ് ടീം. ഇത് നമ്മളൊരു നറുക്കെടുപ്പിലൂടെയാണ് അല്ലേ പുലിക്കോട്ടിൽ നമ്മൾ ചെയ്യുന്നത്. 3 ടീമിൽ ആരാണ് ആദ്യം എത്തേണ്ടതെന്നുള്ളൊരു നറുക്കെടുപ്പുണ്ട്. പിന്നെ ഇതിൽ എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ. ഐ.പി. സിദ്ദീഖ് എന്തു പറയുന്നു? അപ്പോൾ അങ്ങനെ ഒരുപാട് മുഖങ്ങളുണ്ട്. വേദിയിൽ വരുമോ പാടുമെന്നല്ല. പക്ഷേ എപ്പോഴും വൈദ്യുത അക്കാദമിയുടെ ഒരു പ്രത്യേകത ഏതാണ്, വേദിയിൽ വന്നില്ലെങ്കിലും ഈ സദസ്സിൽ വരാനെങ്കിലും ആഗ്രഹിക്കുന്ന മാപ്പിളഗാന ശാഖയിലെ സംഭാവന നൽകുന്ന ആർട്ടിസ്റ്റുകൾ, രചയിതാക്കൾ, സംഗീത സംവിധായകർ, പാട്ടുകാർ, അങ്ങനെ ഒത്തിരി പേരുണ്ട്. നമ്മുടെ ഖയാൽ മ്യൂസിക് ബാൻഡ് കൊടുവള്ളിയുടെ ലീഡർ, അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കിസ്മത്ത് കോഴിക്കോട്. അടുത്ത ടീം സിൽവർ വോയിസ് നിലമ്പൂരിന്റെ ലീഡറെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അപ്പോൾ ഏത് ടീമാണ് ആദ്യം പാടേണ്ടത്? കാരണം നമുക്ക് പരിചയമുള്ളവർ തന്നെയാണ്. ഇപ്പോൾ ഇവർ ടീം മത്സരത്തിൽ ഇവർ മാറ്റിയിരിക്കുന്ന ആരോഗ്യപരമായ മത്സരമാണ്, ഇവർ വഴക്കൊന്നുമില്ല. പക്ഷേ അറിയാൻ പറ്റില്ല, 2.25 മണിക്കൂർ കഴിയുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. പക്ഷെ എന്നാലും ആദ്യം ആരാണ് വരേണ്ടത്? നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഏത് ടീമാണ്? നറുക്കെടുപ്പ് തന്നെ നടത്താം അല്ലേ? ദ ലക്കി ഡ്രോ. ആരാണ് ആദ്യം പെർഫോം ചെയ്യുന്ന 45 മിനിറ്റ് ഏറ്റെടുക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പേര് തന്നെ എടുത്തോളൂ. ഖയാൽ ആണോ? അതാണ് വൈദ്യുത അക്കാദമിയുടെ പ്രത്യേകത. ഖയാൽ തന്നെ എടുത്തിട്ട് മൂന്നാമത്തെ ചാൻസ് ആണല്ലേ? അങ്ങനെയാണല്ലേ? ഓക്കെ. ഖയാൽ ടീം മൂന്നാമതായിരിക്കും. ദേറായി ദുരുസ്ത എന്നൊക്കെ പറയുന്നത് പോലെ മൂന്നാമതായിരിക്കും ഖയാൽ ടീം വരുന്നത്.
കിസ്മത്ത് കോഴിക്കോടിന് രണ്ടാമത്തെ ചാൻസ്. സിൽവർ വോയിസ് നിലമ്പൂർ, നല്ലൊരു കൈയെടുക്കൂ. ആദ്യത്തെ ഒരു അപ്രീസിയേഷൻ അവർക്കാവട്ടെ. ദ ടീം സിൽവർ വോയിസ് നിലമ്പൂരാണ് ആദ്യമായിട്ട് പെർഫോം ചെയ്യാൻ പോകുന്നത്. ഇനി ആ ഒരു എന്താ പറയുക, മാപ്പിള ഗാനങ്ങൾ ഫൈസൽ മാഷ് പറഞ്ഞതുപോലെ അവരുടെ ഓൺ ചോയ്സ് ഗാനങ്ങൾ, അതിൽ നമ്മളും കേട്ട് വീണ്ടും വീണ്ടും കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ, ഗായകർ, ഗാനരചയിതാക്കൾ, സംഗീത സംവിധായകരൊക്കെ ഉണ്ടാവും. അപ്പോൾ ആദ്യം ടീം സിൽവർ വോയിസ് നിലമ്പൂർ. ഇനി അതിമനോഹരമായ ഹൃദ്യമായ കാലാവസ്ഥയിൽ വൈദ്യർ അക്കാദമിയുടെ ഈ സംഗീത സാന്ദ്രമാകുന്ന സദസ്സിൽ നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ടുകൾ 3 ടീമിൻ്റേതാണ്. അതിന് ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് തോന്നുന്നത് 3 ടീമിനും ഇത്തവണ പശ്ചാത്തലമൊരുക്കുന്നത് വളരെ പ്രശസ്തരായിട്ടുള്ള സംഗീതജ്ഞരാണ് എന്നുള്ളതാണ്. എനിക്ക് നേരത്തെ പറഞ്ഞതുപോലെ സംഗീതപമകരി, പാട്ടുപട പോലുള്ള പരിപാടികൾക്ക്, അല്ലെങ്കിൽ ഇത്രയും ഫാസ്റ്റായിട്ട് സ്പോണ്ടേനിയസ് ആയിട്ട് മ്യൂസിക് കൈകാര്യം ചെയ്തുകൊണ്ട് കീബോർഡിൽ മാന്ത്രിക വിരലുകൾ ചലിപ്പിക്കുന്ന സംഗീത സംവിധായകൻ കൂടിയ, ചലച്ചിത്ര സംഗീത സംവിധായകൻ കൂടിയ, എനിക്ക് ഗൾഫിലെത്തിയ കാലം തൊട്ട് റേഡിയോ തുടങ്ങുന്നതിനുമൊക്കെ മുൻപ് ഞാൻ റിയാലിറ്റി ഷോകൾ ദുബായിലൊക്കെ കാണാൻ പോയിരിക്കുമ്പോൾ വേദിയിൽ കണ്ടുപരിചിച്ച് അന്നും ഇന്നും ഒക്കെ മാഷാല്ല ചെറുപ്പമായിട്ടിരിക്കുന്ന അഷ്റഫ് മഞ്ചേരി ഓൺ കീബോർഡ്. നല്ലൊരു കൈ കൊടുക്കൂ. കാരണം ഇത്രയും ഫാസ്റ്റായിട്ട്, അതിപ്പോൾ എല്ലാവർക്കും അനുഭവസ്ഥരാണ്, ജഡ്ജസിനും എല്ലാവർക്കും അഷ്റഫിൻ്റെ ഒരു മാന്ത്രിക സ്പർശം എന്ന് പറയുന്നത്. ആൻറ്റോൺ തബല, മുജീബ് റഹ്മാൻ, നമുക്ക് പ്രത്യേകിച്ചൊരു ആമുഖം ആവശ്യമില്ല. ആ ചിരിയും ആ തബലയും ഒക്കെ നമുക്ക് വളരെ പരിചിതമാണ്. ആൻറ്റോൺ ഗിറ്റാർ, ശ്രീനി കാടാമ്പ്രയാണ്. ശ്രീനി ഉണ്ട്. പാഡ് ആൻഡ് കമ്പോസർ മുജീബ് മുക്കം. അപ്പോൾ ഇവർ ഈ 4 ഉപകരണങ്ങൾ കൊണ്ട് ഉണ്ടാക്കാൻ പോകുന്ന ഒരു മാജിക്കിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ടീം സിൽവർ വോയിസ് നിലമ്പൂർ പങ്കെടുക്കുന്നവർ ഷാജഹാൻ എടക്കര, ഷേയ പോക്കാട്, നസ്രു നിലമ്പൂർ, ഷാജഹാൻ, 2 ഷാജഹാൻ എടക്കരയുണ്ടോ? ഓക്കെ, അല്ല, ഓ അത് പാട്ടിൻ്റെ ലിസ്റ്റായിരുന്നു, എനിക്ക് തെറ്റിയതാ. അപ്പോൾ നസ്രു നിലമ്പൂർ, മുഹസിന മമ്പാട്, ഇവരൊക്കെയാണ്. ഇനി എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഞാൻ വരുമ്പോൾ ഒന്നുകൂടി കൃത്യമായിട്ട് വരാം. ലെറ്റ് മീ വെൽക്കം ഷാജഹാൻ എടക്കര ഫോർ ദ ഫസ്റ്റ് സോങ്. നല്ലൊരു കേടെടുക്കൂ. ഷാജഹാന്റെ ചിരി ഒരു വിജയത്തിലേക്ക് ഓടിയെത്താൻ വേണ്ടി ആവട്ടെ. മൈക്ക് എടുത്തോളൂ. അപ്പോൾ അതിമനോഹരമായ ഒരു ഗാനം. ഓൾ ദി ബെസ്റ്റ് ഷാജഹാൻ. ഞാൻ തരാം. നസ്രുവിൻ്റെ പാട്ടിൻ്റെ ലിസ്റ്റ് ചെയ്തിട്ട് പിന്നെ ഒന്നുകൂടി അങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ ഇവരാണ് ഈ പാട്ട് പാടാൻ പോകുന്നത്. ആദ്യത്തെ ഗാനം തന്നെ അതിമനോഹരമാവട്ടെ. നമുക്ക് ശ്വാസം അടക്കി പിടിച്ചിരുന്ന് കേൾക്കാം. First team for attention judges, team Silver Voice Nilambur ആണ് ആദ്യത്തെ ടീം. And the singers are ഷാജഹാൻ എടക്കര and നസ്രു നിലമ്പൂർ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. അസ്സലാമു അലൈക്കും. ഒരുപാട് സന്തോഷം ഇങ്ങനെ ഒരു വേദിയിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ പടച്ചവനോട് നന്ദി പറയുകയാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷം ഇവിടെ പ്രോഗ്രാം കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇവിടെ പാടണമെന്ന്. അത് സർവശക്തനായ തമ്പുരാൻ സഹായിച്ചു തന്നു. സന്തോഷം. അത് തുടങ്ങല്ലേ? അപ്പോൾ നല്ലൊരു കൈയടി കൊടുക്കൂ. നമ്മുടെ മത്സരം, ഈ ഒരു റിയാലിറ്റി ഷോ ഇവിടെ തുടങ്ങുകയാണ്. ടീം സിൽവർ വോയിസ് നിലമ്പൂർ പാടുന്നത് ഷാജഹാൻ എടക്കര, ഷേയ ചോക്കാട്, മുഹ്സിന മമ്പാട് ആൻഡ് നസ്രു നിലമ്പൂർ. Here we go.
യാ റസൂലുള്ളാഹ് സ്വല്ലി അലാ യാ ഹബീബി യാ ഹബീബി യാ ഹബീബി. ഖൈറുൽ വറായ സയ്യിദി കരുണക്കടൽ മുഹമ്മദി അർവാഹുകൾക്കധിപതി അർവാഹുകൾക്കധിപതി അഷ്റഫുൽ ഖൽഖാം നബി സിറുൽ സിനായ മുസ്തഫ സർദാർ ഹമീദ് മുർത്തദ ഹമീദ് മുർത്തദ യാ നബി സലാം യാ റസൂലേ സലാം യാ മുഹമ്മദ് നബിയേ സലാം യാ മുഹമ്മദ് നബിയേ സലാം மக்கம் பிறைந்த ராஜரா மன்னான் புகழ்ந்த தூதரா திக்கு மதீன பூமணி தாதா ஹபீபு யா நபி அருவாஹுகൾக்கதிபதி அருவாஹுகൾக்கதிபதி அஷ்ரஃபுல் ഖൽഖാം നബി സിറുൽ സിനായ മുസ്തഫ സർദാർ ഹമീദ് മുർത്തദ ഹമീദ് മുർത്തദ യാ നബി സലാം യാ റസൂലേ സലാം യാ മുഹമ്മദ് നബിയേ സലാം യാ മുഹമ്മദ് നബിയേ സലാം എക്കാലവും സമത്വമേ എങ്കും നിറയുന്ന താരമേ അക്കുല്യത്തീനിൻ ചീർമണി ഹാശീമിൻ വംശ കൺമണി ചെർക്കിന്നെതിർത്ത മാമണി ചെർക്കിന്നെതിർത്ത മാമണി തൗഹീദ് യാ മുഹമ്മദി സിറുൽ സിനായ മുസ്തഫ സർദാർ ഹമീദ് മുർത്തദ ഹമീദ് മുർത്തദ യാ നബി സലാം യാ റസൂലേ സലാം യാ മുഹമ്മദ് നബിയേ സലാം യാ മുഹമ്മദ് നബിയേ സലാം ഖൈറുൽ വറായ സയ്യിദി കരുണക്കടൽ മുഹമ്മദി കരുണ
അറുവാഹുകൾക്കധിപതി അറുവാഹുകൾക്കധിപതി അഷ്റഫുൽ ഖൽഖാം നബി സിരുൽ സിനായ മുസ്തഫ സർദാർ ഹമീദ് മുർത്തദ സിരുൽ സിനായ മുസ്തഫ സർദാർ ഹമീദ് മുർത്തദ ഹമീദ് മുർത്തദ യാ നബിയേ സലാം യാ റസൂലേ സലാം യാ നബിയേ സലാം യാ റസൂലേ സലാം യാ മുഹമ്മദ് നബിയേ സലാം യാ മുഹമ്മദ് നബിയേ സലാം യാ മുഹമ്മദ് നബിയേ സലാം യാ മുഹമ്മദ് നബിയേ സലാം. Hey, that was Shahjahan Adakara and team. Thank you so much for the chorus support. Shreya, stay back. It's your turn now. എത്ര ഗ്യാപ്പ് ഉണ്ടാവും? കാരണം ഞാൻ എന്തെങ്കിലുമൊക്കെ പറയുന്ന സമയം കൂടി ജഡ്ജസ് 45 മിനിറ്റ് കൂടും എന്നുള്ളതുകൊണ്ട് റെഡിയാണോ? ഓക്കെ, അപ്പോൾ മനോഹരമായൊരു ഗാനം നമ്മൾ കേട്ടു. ഫിറോസ് ബാബുവിനെ ഓർക്കാതെ വയ്യ അല്ലേ? നമ്മുടെ മുജീബായി ഓർമ്മയുണ്ടോ? നിങ്ങൾ 2 തബലിസ്റ്റ് ഉണ്ടാകുമ്പോൾ ഷോയിൽ ഞാൻ എപ്പോഴും ഫിറോസ് ബാബു ഉണ്ടെങ്കിൽ തബല അവിടെ ഇരിക്കട്ടെ, വന്നൊരു പാട്ട് പാടുന്ന പാടിക്കാറുണ്ട്. ഷെയർ ആരും റെഡി? ഫസിലത്തിൻ്റെ വളരെ മനോഹരമായ ഒരു ഗാനം പാടുന്നു. ഗാനം പറയുന്നില്ല, ഷെയറുടെ ശബ്ദത്തിൽ കേൾക്കൂ. ഇത് നമ്മുടെ സ്വന്തം മലയാളത്തിൻ്റെ മാപ്പിള ഗാനശാഖയുടെ എല്ലാമെല്ലാമായ വീൻകുട്ടി മാഷിൻ്റെ രചനയാണ്. ആദ്യമായിട്ട് പുളിക്കൽ എത്തുന്നതും ആ വീടും അദ്ദേഹത്തെ ആ വീട്ടിൽ കാണുന്നതുമൊക്കെ ഇതുപോലെ വൈദ്യരക്കടമ്പിൽ വന്നുകൊണ്ടാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ ഇവിടെയുണ്ട്, പുളിക്കൽ. അപ്പോൾ ആ സാന്നിധ്യത്തിൽ തന്നെ മനോഹര ഗാനം. ടീം സിൽവർ വോയിസ് നിലമ്പൂർ അഗൈൻ.
ടു ശ്രേയ ചോക്കാട്. എനിക്ക് തോന്നുന്നു തനിക്ക് കിട്ടിയ എല്ലാ വേദികളും എല്ലാ പ്രോഗ്രാംസും ഒക്കെ മനോഹരമായി. ശ്രേയ, ഗുഡ് സിംഗിങ്. ആൻഡ് ഈ ഒരു ഗാനത്തിന് ശേഷം എത്തുന്നത് നസ്രു നിലമ്പൂരാണ്. ഈ പാട്ടിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. കാരണം ഈ ഒരു പാട്ടിൻ്റെ രചന മാത്രമല്ല, അദ്ദേഹം ആ കവി രചിച്ച എല്ലാ പാട്ടുകളും നമുക്ക് എന്നും എക്കാലത്തും പ്രിയപ്പെട്ടതാണ്. എനിക്ക് തോന്നുന്നു എസ് എ ജമീൽ എന്ന പേര് പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ രചനയുടെ പ്രത്യേകത, സംഗീതത്തിൻ്റെ പ്രത്യേകത, ആലാപനത്തിലെ വ്യത്യസ്തതയൊക്കെ നമുക്ക് ആസ്വദിക്കാൻ കഴിയും. ഈ ഒരു ഗാനം അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഈ ഗാനത്തിൻ്റെ എല്ലാമാണ് എസ് എ ജമീൽ. എഗെയിൻ ടീം സിൽവർ വോയിസ് നിലമ്പൂർ പാടുന്നു. ദ ലീഡ് സിംഗർ നസ്രു നിലമ്പൂർ. എസ് എ ജമീലിൻ്റെ രചനയിൽ, സംഗീതത്തിൽ, ആലാപനത്തിൽ മലയാള മാപ്പിള ഗാനശാഖയ്ക്ക് ലഭ്യമായ മനോഹരമായ ഗാനം. വല്ലാത്തൊരു പടപ്പാണ് പെണ്ണ്, മനസ്സനെ കൊല്ലാതെ കൊല്ലും അവളുടെ കണ്ണ്. വല്ലാത്തൊരു പടപ്പാണ് പെണ്ണ്, മനസ്സനെ കൊല്ലാതെ കൊല്ലും അവളുടെ കണ്ണ്. പുല്ലാക്കി മാറ്റും നീയൊരു പെണ്ണ്, കല്ലാക്കി മാറ്റും നീയൊരു പെണ്ണ്. അവസാനം എല്ലാക്കി മാറ്റും നീയൊരു പെണ്ണ്. വല്ലാത്തൊരു പടപ്പാണ് പെണ്ണ്, മനസ്സനെ കൊല്ലാതെ കൊല്ലും അവളുടെ കണ്ണ്. കാണുന്ന ആണുങ്ങളെയെല്ലാം കണ്ണുകൊണ്ടിട്ടു കറക്കി കറക്കി, കരളായ കരളിലെല്ലാം കാമത്തിൻ കരാള വിഷം കുത്തിയിറക്കി ഇറക്കി. അവൾ കണ്ണുകളാൽ എറിയുമൊരു നോക്ക്, ഉണ്ട നിറച്ചൊരിരട്ട കുഴൽ തോക്ക്. അവൾ കണ്ണുകളാൽ എറിയുമൊരു നോക്ക്, ഉണ്ട നിറച്ചൊരിരട്ട കുഴൽ തോക്ക്. പാലും തേനും വഴിയും പഞ്ചാര വാക്ക്, അവസാരം ചേർത്ത് കാച്ചും നാടൻ റാക്ക്. അടുത്ത് കഴിഞ്ഞാലോ കഴുത്തു ചുറ്റും നാക്ക്, അമ്പാൻ വയ്യാത്തൊരു കീറപ്പഴം ചാക്ക്. കഴിഞ്ഞാലോ കഴുത്തു ചുറ്റും നാക്ക്, നമ്പാൻ വയ്യാത്തൊരു കീറപ്പഴം ചാക്ക്. അടുത്ത് കഴിഞ്ഞാലോ അറിയുമോളെ നോക്ക്, ആഹാ കൊല്ലാതെ കൊല്ലുമോളെ പോക്ക്. അടുത്ത് കഴിഞ്ഞാലോ അറിയുമോളെ നേക്ക്, ആഹാ കൊല്ലാതെ കൊല്ലുമോളെ പോക്ക്. അല്ലാ എന്ത് നീളമുള്ളതാണി നാക്ക്, ഓളെ സെറിൽ നിന്ന് നമ്മളെ ഒഴിവാക്ക്. എന്ത് നീളമുള്ളതാണ് നാക്ക്, ഓളെ സെറിൽ നിന്ന് നമ്മളെ ഒഴിവാക്ക്. ഈ പെണ്ണെന്നത് ഒരു ഒടും ഹലാക്ക്, ഈ പെണ്ണെന്നത് ഒരു ഹലാക്ക്. ഇതിൽ നിന്നെ റബ്ബേ കാക്ക്. വല്ലാത്തൊരു പടപ്പാണ് പെണ്ണ്,
മനസ്സനെ കൊല്ലാതെ കൊല്ലും അവളുടെ കണ്ണ് പുല്ലാക്കി മാറ്റും നീ ഒരു പെണ്ണ് ആ, കല്ലാക്കി മാറ്റും നീ ഒരു പെണ്ണ് അവസാനം എല്ലാക്കി മാറ്റും നീ ഒരു പെണ്ണ് ആ, വല്ലാത്തൊരു പാട് പാട് That is the team Silver Voice നിലമ്പൂർ. മനോഹരമായ ഗാനം. എനിക്ക് തോന്നുന്നു ഈ അടുത്ത സമയത്ത് ഞങ്ങളുടെ കരുനാഗപ്പള്ളിയിലെ വീട്ടിൽ ഒന്ന് രണ്ട് മത്സ്യത്തൊഴിലാളികൾ അത് സഹോദര സമുദായത്തിൽപ്പെട്ടവരാണ്. അപ്പോൾ ഞാനിങ്ങനെ വീട്ടിൽ മിക്കവാറും മാപ്പിളപ്പാട്ടുകൾ ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ട് ഇതിലൊക്കെ ജോലി ചെയ്യണം. അപ്പോൾ കത്തുപാട്ടാണ് പ്ലേ ചെയ്തിരുന്നത്. അപ്പോൾ അവർ വന്നപ്പോൾ ഞാൻ പറഞ്ഞു സിനിമാ പാട്ടോ ഹിന്ദി പാട്ടോ പ്ലേ ചെയ്യാന്ന് പറഞ്ഞ് ഞാൻ ബ്ലൂടൂത്ത് ഇങ്ങനെ ചേഞ്ച് ചെയ്തപ്പോൾ പറഞ്ഞു വേണ്ട റജി, ഈ പാട്ട് തന്നെ മതി. ഇതൊക്കെ ഒരു വലിയ നിമിത്തമുള്ള പാട്ടാണ്. കാരണം എന്നെ ഗൾഫിൽ നിന്ന് അബുദാബിയിൽ നിന്ന് അദ്ദേഹത്തെ അഴീക്കൽ എന്ന് പറയുന്ന ആ നാട്ടിലേക്ക് കൊണ്ടുവരുന്നു. പണ്ട് നമ്മൾ പറയും കടലിൽ മീൻ പിടിക്കാൻ പോകുമ്പോൾ വീട്ടുകാരത്തെ ഇങ്ങനെ പ്രാർത്ഥന കാത്തിരിക്കുന്നൊക്കെ. അദ്ദേഹത്തെ ഗൾഫിൽ നിന്ന് തിരിച്ചയച്ചത് ആ പാട്ടാണ്. അതാണ് എസ് എ ജമീൽ എന്ന ആ ഒരു സംഗീതജ്ഞൻ്റെ ഗായകൻ്റെ രചയിതാവിൻ്റെ ഒക്കെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഈ ഗാനത്തിന് ശേഷം എത്തുന്നത് നമ്മുടെ വൈദ്യർ മഹോത്സവത്തിലെ അഭിമാന ഗാനം മോയിൻകുട്ടി വൈദ്യരുടെ ഗാനമാണ് എത്തുന്നത്. ആൻഡ് ഓൾ ദ സിംഗേഴ്സ് ടുഗദർ. ഷാജഹാൻ എടക്കരയുടെ നേതൃത്വത്തിൽ ടീം സിൽവർ വോയിസ് നിലമ്പൂർ. ഞാൻ എന്തെങ്കിലും പറയുന്ന സമയം കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എടുത്താൽ സമയം 45 മിനിറ്റിൽ ഇഷ്ടംപോലെ പാട്ടല്ലേ ബാപ്പുക്ക? അതാണ് അല്ലേ ബാപ്പു? കോറസ് കീബോർഡ് ഗിറ്റാർ ലെവൽ കൂട്ടണം എന്ന് ജഡ്ജസിന്റെ റിക്വസ്റ്റ് ആണ്. പ്ലീസ് നോട്ട് കീബോർഡ് കോറസ് ഗിറ്റാർ. വൈദ്യർ മഹോത്സവം 2025 ആണ് നിങ്ങൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. അഭിമാനത്തോടെ മോയിൻകുട്ടി വൈദ്യരുടെ ഗാനം പാടാൻ വേണ്ടി ടീം സിൽവർ വോയിസ് നിലമ്പൂർ. Here we go. മണത്തെ സമയത്തിൽ ഉടനവനത്തി മനസുള്ളി ഹരിസിജമുത്തേ മാധുരത്തിൽ ഹുസ്നുൽ ജമാല അവളുടെ തരമതൊക്കെ മറന്നിടും എന്നതുടെ ഹാല അവളുടെ തരമതൊക്കെ മറന്നിടും എന്നതുടെ ഹാല. കടുകവഹക്കായുടയോനെ ഒടുവിലൊരിക്കല്ലാവണേലൻ അസതൊരുമിക്കാൻ ഭീതിയങ്ക നമയണി പാർത്തോ ഒരുവരും കനിയവളൊപ്പം മാണയാമ കരുതിനി കാത്തോ മടുവീവൾക്കുൾ കീടത്തവും പടിവ് നടത്തിട്ടേനെ മാനം മറമെ മറപ്പാടക്കി തായെ എനറഹുമാനെ കരുതിയ മധു
സരസിജമൊത്തേ മാധുരത്തിൽ ഹുസ്നുൽ ജമാല അവളുടെ തലമഹനൊക്കെ മറന്നിടും എനതുടെ ഹാല അടിയിരവിപ്പോലൂരത്തവൻ അടിയത് തൊട്ട് മൂടിയോളം പടിയര തപ്പി തീരി മൂക്കും മുഖമത് നാട്ടി പിറകെ തച്ചുകയെടുത്താർ മാണി കോത്തം കരമില പോട്ടി കരമതിലിട്ട് നീനത്തവൻ നിർവിക്കുമത്ത് ശാണം ചെയ്യുവാൻ കരുതിയെടുത്തേ മീക്ക് തൊണ്ട് അവൾ നൗമായേ വിളിയുടെ കരുശർ വെട്ടി പൂറപ്പാടി ഹരിപ്പെടലായേ അഴകുമണത്തെ സമയത്തിൽ ഉടലവനത്തെ മനസ്സുള്ളി സരസിജമൊക്കെ മാധുരത്തിൽ ഹുസ്നുൽ ജമാല അവളുടെ കരമഹനൊക്കെ മറന്നിടും എനതുടെ ഹാല ഹരിയുടെ ചുറ്റും കൂളൽ മീമും പരിപരിയൊത്ത് കീട പോരി തലമുടി കെട്ടി തമ്മിൽ പിണരുവനായി മൗതവ് തലമത് വിട്ട് പറന്നവൻ രജറിനാലേ അടകി മണത്തെ സമയത്തിൽ ഉണർവനെത്തി മനത്തുള്ളിൽ കരസിജ മുറ്റേ മാധുരത്തിൽ ഹുസ്നുൽ ജമാല അവളുടെ തരമതൊക്കെ മറന്നിടും എനതുടെ ഹാല അഴകിമണത്തെ സമയത്തിൽ ഉടലവനത്തെ മനസ്സുള്ളി സരസിജമൊക്കെ മാധുരത്തിൽ ഹുസ്നുൽ ജമാല അവളുടെ കരമഹനൊക്കെ മറന്നിടും എനതുടെ ഹാല അഴകി മണത്തെ സമയത്തിൽ ഉടനവനത്തെ മനസ്സുള്ളി സരസിജമൊക്കെ മാധുരത്തിൽ ഹുസ്നുൽ ജമാല അവളുടെ തരമതൊക്കെ മറന്നിടും എനതുടെ ഹാല വൈദ്യർ മഹോത്സവം 2025 ഈസ് ഓൺ. മഹാകവി മോയിൻകുട്ടി വൈദ്യരുടെ മനോഹരമായ ഗാനത്തിന് ഈ ഒരു സ്വീകരണം അതുതന്നെയാണ് ഒരുപക്ഷെ നമുക്കൊക്കെ ഏറ്റവും വലിയ അഭിമാനമായിട്ട് തോന്നുന്നത്. നമ്മളിപ്പോൾ ഇത്രയും നേരം ആലോചിക്കുകയായിരുന്നു എന്താണ് ഇനിയൊരു പ്രണയഗാനം അല്ലെങ്കിൽ ഒരു ആഘോഷഗാനം വരാത്തത് എന്ന്. ഇതിലും വലിയൊരു ആഘോഷ ടീം സിൽവർ വോയിസിലെ ആ ഡ്യുവറ്റ് പാടാൻ വേണ്ടി ഗായകരെ ക്ഷണിക്കുന്നു. വേദിയിൽ നസ്രു വിത്ത് മുഹ്സിന വരൂ സ്റ്റേജിലേക്ക് വരും. കാരണം എനിക്ക് തോന്നുന്നു ജഡ്ജസ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഈ ഗ്യാപ്പ് നിങ്ങൾക്ക് സമയം നഷ്ടമായാൽ ചിലപ്പം കുറച്ച് 3-4 ഗ്യാപ്പ് പോകുമ്പോൾ ഒരു പാട്ടിനുള്ള ഇത് പോകും. പക്ഷേ ഇവിടെ ഗ്യാപ്പ് ഇല്ലാതെ കേൾക്കാൻ പോകുന്ന പാട്ടാണ്. ബിക്കോസ് ദ സോങ് ഇസ് ബൈ പീർ മുഹമ്മദ്. നമുക്ക് മലയാളം മാപ്പിള ഗാനശാഖയ്ക്ക് ആഘോഷഗാനങ്ങൾ പാടിത്തന്ന ഇനിയും എത്രയോ തലമുറകൾ ഏറ്റുപാടുന്ന ഗാനങ്ങൾ സമ്മാനിച്ച പീർ മുഹമ്മദിന്റെ മനോഹരമായ ഗാനം. ഒപ്പം സിബില സദാനന്ദൻ ഒ.വി. അബ്ദുള്ള രചനയ്ക്ക് മനോഹരമായ ഈ ഗാനം നമുക്ക് സ്വന്തമായി അതിവിടെ ആസ്വദിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും വൈദ്യർ മഹോത്സവം 2025ന്റെ ഈ ഒരു ഫൈനൽ വേദിയിലേക്ക് സ്വാഗതം. പീർക്കാടെ പാട്ട്.
ആശംസതിനാന്റെ മനസ്സാകും മലർവനിയിൽ മധുവേറും റോസാപ്പൂക്കൾ വിരിയുന്നല്ലോ. നല്ല മുഞ്ചേറും മണിമാരൻ വരുന്നുണ്ടല്ലോ. നല്ല മുഞ്ചേറും മണിമാരൻ വരുന്നുണ്ടല്ലോ. ആശയിൽ തെളിവുള്ള അനുരാഗമേറെയുള്ള മണവാളൻ റഷീദിന്റെ കൽബ് നിറഞ്ഞല്ലോ. അവൻ നിസ്തുല സൗന്ദര്യത്തിൽ മുഴുകിയല്ലോ. ആകാശത്തെളിമയിൽ നക്ഷത്രങ്ങൾ ഉദിക്കുന്നു. നേരമായി പോകുന്നിത മണിയറയിൽ നിന്റെ നാഥന്റെ സമീപത്ത് ഉലകം കൊള്ളാം. നാഥന്റെ സമീപത്ത് ഉലകം കൊള്ളാം. ആരംഭസെതിരാന്റെ മനസ്സാകും മലർവനി മധുവേറും റോസാപ്പൂക്കൾ വിരിയുന്നല്ലോ. നല്ല മുഞ്ചേറും മണിമാരൻ വരുന്നുണ്ടല്ലോ. നല്ല മുഞ്ചേറും മണിമാരൻ വരുന്നുണ്ടല്ലോ. ടീം സിൽവർ വോയിസ് നിലമ്പൂർ. വളരെ മനോഹരമായ പാട്ട്. പീർക്കയുടെ പാട്ട് നമ്മൾ എത്ര കേട്ടാലും മതിവരാത്ത ഗാനം. ശരിക്കും എനിക്ക് തോന്നി, നിങ്ങൾക്ക് തോന്നിയോ പീർക്കയുടെ ഒരു പാട്ട് കൂടി കേട്ടാലെന്ന്? കാരണം മത്സരമാണെന്നൊന്നും നമ്മൾ നോക്കണ്ട. ചില പാട്ടുകാരുടെ പ്രത്യേകത അതാണ്. പ്രത്യേകിച്ച് പീർക്ക, ചാന്ദ് പാഷ, അതുപോലെ തന്നെ PT അബ്ദുറഹ്മാൻ. ഞാൻ നോക്കുമായിരുന്നു എവിടെയാണ് ഗായികയെന്ന്. വരൂ. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ അപ്പോഴത്തേക്ക് ഈ എന്തെങ്കിലും ഒരു വിശേഷം പറയുമ്പോഴത്തേക്ക് അടുത്ത പാട്ട് റെഡിയാക്കാൻ വേണ്ടി അഷ്റഫ് മഞ്ചേരി ദൈവനാമത്തിൽ എന്ന് പറയുന്ന സിനിമ പോലെയല്ല, ഇത് ദൈവനാമത്തിൽ ശരിക്കും ഒരു മാന്ത്രികനാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഗ്യാപ്പ് ആവശ്യമില്ല. ജഡ്ജസൊക്കെ നമ്മുടെ പറഞ്ഞതുപോലെ തന്നെ അവർ ആ ഗ്യാപ്പില്ലാതെ തന്നെ പാടാൻ നിങ്ങളുടെ ആവശ്യമാണ്. എന്നെ കൊണ്ട് അധികം സംസാരിപ്പിച്ച് നിങ്ങളുടെ സമയം കളയരുതെന്ന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് എനിക്ക് പറയാനുള്ളതൊക്കെ ഇസിൽവാണിയിൽ പറയാലോ. ഇസിൽവാണിയിൽ മുക്കം സാധ്യത വരില്ലേ കിളിയെ പാടാൻ? ആണോ? ഓക്കെ. അപ്പോൾ ബാപ്പുക്കായിട്ടുള്ള ഇന്റർവ്യൂ ഉണ്ടായിരിക്കും. ബാപ്പുക്ക എന്നോട് മറുത്ത് സംസാരിക്കും, എതിർത്ത് സംസാരിക്കും. പറയാനുള്ളത് വെള്ളിപ്പറമ്പ് സ്വഭാവത്തിൽ പറയും. അങ്ങനെയൊക്കെ. റെഡി? പീർക്കയുടെ മറ്റൊരു ഗാനം ചാന്ദ് പാഷ, പീർ മുഹമ്മദ്, PT അബ്ദുറഹ്മാൻ. ഇത് ടീം സിൽവർ വോയിസ് ഇൻ വൈദ്യർ മഹോത്സവം 2025. ചിമ്പകപ്പൂ തേനിതളതരം ചന്ദിര സുന്ദര പൂമുഖമതൃപ്പം ഗസലുകൾ തൻ പൊന്നൂഞ്ഞാലയിൽ ആടുന്നു സുലേഖ ബീവി.
ഡെറസ് മോഹന, ഇനി ടൈം വളരെ കുറവാണ്. സിംഗേഴ്സ് കം ഫാസ്റ്റ്. ടീം സിൽവർ ബോയ്സ് നിലമ്പൂരിന്റെ ഏറ്റവും മികച്ച പെർഫോമൻസ് വരുന്നു. നമുക്ക് ഒരു കവാലി കേൾക്കാതെ വയ്യ. കവാലി എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ മനസ്സിൽ ഓർമ്മ വരുന്നത് അഷ്റഫ് പയ്യന്നൂരാണ്. സമയം കളയാതെ തന്നെ ജഡ്ജസിനോട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ദ ലാസ്റ്റ് പെർഫോമൻസ് ബൈ ടീം സിൽവർ ബോയ്സ് ഇൻ വൈദ്യർ മഹോത്സവം 2025. കൊണ്ടോട്ടി കണ്ട, കേരളം കണ്ട, ഇപ്പോൾ ലോകം മുഴുവൻ ഇസൽവാണിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്ന വൈദ്യർ മഹോത്സവം 2025 ഈ ഒരു ഫസ്റ്റ് ടീമിന്റെ ലാസ്റ്റ് സോങ്. നല്ലൊരു കൈ കൊടുക്കൂ. ഇവരുടെ മാർക്ക് ജഡ്ജസ് നൽകും. എത്ര കിട്ടിയിട്ടുണ്ടാവും ചോദിച്ചതേ ഉള്ളൂ, പറയില്ല എന്നറിയാം. ഓക്കെ, ഹിയർ വി ഗോ. ദ കവാലി. खतरे के मेरे ख्वाजा रे गरिया बना दिया, देखो फसल रब्बानी को ऐसा बना दिया। ख्वाजा ने किसी गरीब पे इंसान कर दिया, ले से फकीर देखो शहंशाह बना दिया। ख्वाजा जी गरीब नवाज़े, दोज है राजा शरफुली रोजा, 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 दूर तमीते दम നൂറ് തഹൂറേദം പൊന്നജ്മീരിൻ പൂത്തുവിടർന്ന, പൊന്നജ്മീരിൽ പൂത്തുവിടർന്ന, പൊന്നജ്മീരിൻ പൂത്തുവിടർന്ന, പൊന്നജ്മീരിൽ പൂത്തുവിടർന്ന ബീബി നവാബേ ഹം ഖ്വാജാ ഖ്വാജാ പൂമലരെ ദിക്കജ്മീരിൻ തേൻമലരെ, ख्वाजा ख्वाजा പൂമലരെ ദിക്കജ്മീരിൻ തേൻമലരെ, दोज है राजा शरफुली रोजा, दोज है राजा शरफुली रोजा, നൂറ് തഹൂറേദം നൂറ് തഹൂറേദം പൊന്നജ്മീരിൽ പൂത്തുവിടർന്ന, പൊന്നജ്മീരിൽ പൂത്തുവിടർന്ന ഗരീബ് നവാസേദം ख्वाजा ख्वाजा പൂമലരെ ദിക്കജ്മീരിൻ തേൻമലരെ, ख्वाजा ख्वाजा പൂമലരെ ദിക്കജ്മീരിൻ തേൻമലരെ. बुला लो या ख्वाजा, बुला लो या ख्वाजा, बुला लो या ख्वाजा, बुला लो या ख्वाजा. दुनियादारी भूल गया मैं अल्लाह की मस्ती में, अल्लाह की मस्ती में, अल्लाह की मस्ती में, चाँद से चलता फिरता हूँ अपना मोइनक बस्ती में, अपने मुनीर की मस्ती में, अपने मुनीर की मस्ती में, फिक्र नबी है इश्क़ पीर है, फिक्र
ഈ ദുനിയാവിൽ സ്വത്തധികാരം നിഷ്ഫലമാണെന്നറിയില്ലേ? 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 शान सवेरे ख्वाजा की सबको से दामन भरदा है। हो से दामन भरदा है, हो से दामन भरदा है। मेरे हितवा देख कहते, मेरे हितवा देख कहते, मेरे हितवा देख कहते, मेरे हितवा देख कहते। अच्छे होंगे हम। ख्वाजा ख्वाजा हे ख्वाजा ख्वाजा हे ख्वाजा ख्वाजा പൂമലരെ ദിക്കജ്മീരിൻ തേന്മലരെ ख्वाजा ख्वाजा പൂമലരെ ദിക്കജ്മീരിൻ തേന്മലരെ ख्वाजा जी നദുദിനാ 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 താങ്ക് യു. ടീം സിൽവർ വോയ്സ് നിലമ്പൂർ. അപ്പോൾ ഒന്ന് എല്ലാവരും ഒന്ന് നിൽക്കും, ഒന്നുകൂടി സ്റ്റേ ബാക്ക്. കാരണം ഇനിയിപ്പോൾ സമയത്തിലൊന്നും പ്രശ്നമല്ലോ. 2 മിനിറ്റ് എൻ്റെ വകയായിട്ട് നമ്മൾ കൊടുക്കാൻ പോവാം. ജയിച്ചോ? ഇപ്പോൾ പറയില്ലല്ലേ? IP എനിക്ക് അറിയത്തില്ല. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഒരു റിസൾട്ട് ഒന്ന് കൊടുക്കും. നമ്മുടെ ആസ്വാദകരുടെ, നമ്മുടെ മലയാളം മാപ്പിളപ്പാട്ട് ആസ്വാദകരുടെ ഒരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അടിച്ചു മോനെ കൈ. താങ്ക് യു സോ മച്ച്. ദാറ്റ് വാസ് ദ ടീം സ്പിരിറ്റ് ബൈ ടീം സിൽവർ വോയ്സ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ടീമിനെ വിളിക്കാം. നമ്മുടെ ടീം കിസ്മത്ത് ആണ്. കിസ്മത്ത് മേ ലിഖാ ഹൈ ക്യാ. വരൂ, ടീം കിസ്മത്തിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒപ്പം തന്നെ നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് വൈദ്യർ അക്കാഡമി ചെയ്ത ഏറ്റവും മികച്ച റിയാലിറ്റി ഷോ എന്ന് വിശേഷിപ്പിക്കാവുന്നത് ഈ ഒരു ഷോ ആണ്. നിങ്ങളുടെ സാന്നിധ്യത്തിന് ഒരുപാട് നന്ദി അറിയിക്കുന്നു. ഇതുവരെ നമ്മൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള പരിപാടികൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്രയും വെറൈറ്റിയോടെ ചെയ്തില്ല. കാരണം ഓരോ പാട്ടുകളും കേൾക്കുമ്പോൾ അടുത്ത പാട്ട് ഏതായിരിക്കും, അത് ജഡ്ജസ് ഉണ്ട്, നമുക്ക് വളരെ പ്രധാനപ്പെട്ട ജഡ്ജസ്, അവരുടെ പാട്ടുകളുണ്ടോ, നമ്മളുടെ ഇഷ്ടപ്പെട്ട സംഗീത സംവിധായകരുണ്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ 3 ടീമിൻ്റെയും സോങ് ലിസ്റ്റ് അറിയാവുന്നത് കൊണ്ട് എനിക്ക് അഭിമാനം തോന്നുന്നു. കാരണം ഇത് ലൈവായിട്ട് ഇപ്പോൾ ഇസൽ വാണി റേഡിയോയിലൂടെ ലോകം മുഴുവൻ കേട്ടുകൊണ്ടിരിക്കുന്നുള്ള സന്തോഷമുണ്ട്. എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ലെറ്റ് മീ പ്രൗഡ്ലി വെൽക്കം ദ നെക്സ്റ്റ് സെക്കൻഡ് ടീം കിസ്മത്ത്. ഒപ്പം ഒരിക്കൽ കൂടി നമ്മളുടെ ഈ ഒരു പരിപാടിയുടെ ബഹുമാനപ്പെട്ട ജഡ്ജസിനെ സ്വാഗതം ചെയ്യുകയാണ്. മലയാള മാപ്പിള ഗാനശാഖയ്ക്ക് ജാതി മത ഭേദമന്യേ ആസ്വദിക്കാൻ പാട്ടുകൾ എഴുതിയ ഗാനരചയിതാവ് ബാപ്പു വള്ളിപ്പറമ്പാണ് നമ്മുടെ ജഡ്ജസിലുള്ളത്. എനിക്ക് തോന്നുന്നു ബാപ്പുക്കയുടെ പാട്ടുകൾ ഇതിനകത്ത് വരുമോ എന്നൊക്കെ നിങ്ങളിങ്ങനെ ആലോചിക്കും. നമുക്കകത്ത് കാണാം ജഡ്ജസിൻ്റെ പാട്ട് പാടുന്ന ഒരു രീതിയുണ്ടല്ലോ. അപ്പോൾ ബാപ്പുക്കയുടെ എനിക്ക് എത്തിയമിന്നത്താണി പോലുള്ള പാട്ടുകളാണ് ഭയങ്കര ഇഷ്ടം. കണ്ണീരിൽ മുങ്ങിയാലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ദിക്കർവാടി കിളിയുണ്ട്, മുഖം സാജിദ. ഒപ്പം തന്നെ പക്കർ പന്നൂർ ഒരു ഗാനരചയിതാവായി, ഗ്രന്ഥകർത്താവായി, ജഡ്ജിങ് പാനലിലെ അനിഷേധ്യ സാന്നിധ്യമായിട്ടുള്ള പക്കർ പന്നൂർ. ഇരിക്കുന്നു. IP ഒക്കെ ദുബായിലെ ഇൻ്റർവ്യൂവിൽ വന്നപ്പോൾ IP സിദ്ദീഖ് പറഞ്ഞായിരുന്നു, പിന്നെ മസ്ജിദുൽ നബവിയാണ് IP ആക്കിയതെന്ന്. അതിപ്പോൾ പറയാലോ, കാരണം എനിക്കതിപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നു. ഒരു ഇൻ്റർവ്യൂവിൽ ദുബായ് വെച്ച് IP സിദ്ദീഖ് പറഞ്ഞായിരുന്നു. എനിക്ക് പക്ഷേ ആകപ്പാട് 5 സെൻറ്റാണ്, എനിക്ക് അത്ര തന്നെ ഉള്ളൂ. ആ പാട്ടാണ് ഇഷ്ടം. അതൊക്കെ ഒന്ന് പാടിക്കണം എന്നുണ്ട്. ഇത് നമ്മുടെ ടീം റെഡിയാണ്. ഇവരുടെ ടൈം ഈ പാട്ടോട് കൂടിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ടീം കിസ്മത്ത് വി ഹാവ് റഹീന കൊളത്തറ, മുനീറ കൊളത്തറ, അൻഷിദ ജാസ്മിൻ, കബീർ നല്ലളം, ഉമ്മർ മാവൂർ. ഏറ്റവും വലിയൊരു സൗഭാഗ്യം എന്ന് പറയുന്നത് 3 ടീമിലെയും മിക്കവാറും പാട്ടുകാരെയൊക്കെ പല വേദികളിലായിട്ട് പരിചയപ്പെടുത്താൻ പറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരോടും ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഇവരെ ജയിപ്പിക്കണം. ജഡ്ജസ് പ്ലീസ് നോട്ട്. നമുക്ക് കൂടുതൽ പരിചയമുള്ളതാണ്, വഞ്ചനയിൽ ചതി കാണിക്കില്ല. അതുകൊണ്ട് ഈ ടീമിനെ ജയിപ്പിക്കണം. അതിൽ ടീം പോയി